നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 4-ാം തീയതി 1201 ആണ്ട് മകരമാസം 21-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. മാത്രമല്ല പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും പ്രവൃത്തികാരകൻ്റെ ദിവസമാണ്. ബുധനാണ് ഒരാളിൻ്റെ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹം. അപ്പോൾ ഇന്ന് ശുഭദിനം വന്നിട്ടുണ്ട്, ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്ന് കൊള്ളാം. എന്ത് ശുഭകാര്യം തുടങ്ങാനും ഇന്ന് മാറ്റിവെക്കരുത്. എന്തിനിറങ്ങിയാലും വിജയിക്കും. അപ്പോൾ ഇന്ന് വിജയത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ നിങ്ങളെ വിളിച്ചുണർത്തി പറയണത് ഇന്ന് നല്ല ദിവസമാണ്, ഓരോ കാര്യത്തിന് ഇറങ്ങണം, ഇന്ന് ഒരു കാര്യവും മാറ്റി വയ്ക്കരുത്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്തു തീർക്കണം, ചെയ്യുന്നതിനെല്ലാം റിസൾട്ട് കിട്ടുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ മകരമാസത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം നമുക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരുന്ന ഒരു വർഷമാണ്. വളരെ നേട്ടത്തെ കൊടുക്കുന്ന ഒരു വർഷത്തെ തന്നിരിക്കുകയാണ്. പുരോഗതിയുടെ ഒരു വർഷമാണ്. അപ്പോൾ നമുക്ക് പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വർഷത്തെ ചിന്തിക്കുമ്പോൾ ബുധനാഴ്ച വരികയും കൂടെ ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രവൃത്തികാരകം, ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിലിരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും. അല്ലാതെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ശോഭനമായ ഒരു വർഷമാണ്. വിദ്യ തന്നെ ബ്ലോക്കായിരിക്കുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനും പുതിയ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലപ്രദമായ സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വർഷം നമുക്ക് നല്ല സമയം കിട്ടിയിരിക്കുകയെന്നു എന്നറിയുക. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് നല്ല ദിവസമാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കിയിട്ട് ഇറങ്ങണം. ഉച്ചയ്ക്കാണ് രാവുകാലം. 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:38 രാവുകാലം തുടങ്ങുകയുള്ളൂ. 2 മണി 5 മിനിറ്റ് വരെ ഉണ്ട്. അല്ല 12 മണിക്ക് തുടങ്ങി 1:30 തീരത്തില്ല, 2:05 വരെ ഉണ്ട്. അപ്പോൾ രാവുകാല സമയം സുപ്രധാനമായ കാര്യങ്ങൾക്ക് ഇറങ്ങരുത്. ആ സമയത്ത് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്, ഗുളികനും യമകണ്ഠനും. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയമാണ് 11:11 തൊട്ട് 12:38 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 8:17 തൊട്ട് 9:44 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:14 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയം നമുക്ക് രാവുകാലവും കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ബുധൻ്റെ കളറായ പച്ച കളർ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക. പച്ച മിക്സായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും പച്ച വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.